ഈ കഴിഞ്ഞ ദിവസമേ ഞാനൊരു വാഹനം പർച്ചേസ് ചെയ്യാൻ പോയിരുന്നു. ആ സമയത്ത് വാഹനത്തിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ഈ കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്ത സമയത്ത് ഇന്ന് മാർക്കറ്റ് വിലയിനെക്കാട്ടിലും 1,00,000 രൂപ അധികം ഫിനാൻസ് കമ്പനിയിൽ അടച്ചാലേ ഈ വാഹനത്തിന് ലോൺ ക്ലോസ് ചെയ്ത് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് EMIകളെ കുറിച്ചാണ്. നമ്മുടെ ഈ ജനറേഷന് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് EMI ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത്. ഒരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണോ നിങ്ങൾ, ലോൺ ചെയ്തിട്ടാണോ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ എടുക്കുന്ന വാഹനത്തിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് ഒരു ധാരണ വേണം. ഡൗൺ പേയ്മെൻറ്റിനെ കുറിച്ച് ഒരു ധാരണ വേണം. അത് കഴിഞ്ഞ് നമ്മളിടുന്ന ലോൺ എമൗണ്ടിന് മന്ത്ലി എത്ര EMI വരും എന്നുള്ള കൃത്യമായ ധാരണ നമുക്ക് തീർച്ചയായും വേണം. ഈ EMI ജനറേറ്റ് ചെയ്യാനുള്ള ഇൻകം നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രമേ നിങ്ങൾ ഓരോ വാഹനമാണെങ്കിലും മറ്റെന്ത് സാധനമാണെങ്കിലും എടുക്കാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകേണ്ട ഒരവസ്ഥ വരും. നമ്മുടെ ഈ ജനറേഷന് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റാണത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ജനറേഷനോട്, ഞാനടങ്ങുന്ന ഈ ജനറേഷനോടാണ് പറയുന്നത്, നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്തതൊന്നും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. പിന്നീട് ദുഃഖിക്കേണ്ടി വരും.